സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജനനം മുതൽ സൗഭാഗ്യവതികളായ സ്ത്രീ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജ്യോതിഷം എന്നത് ഒരു ശാസ്ത്രം തന്നെയാണ്. ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ച് ഓരോ കൂറുകാർക്കും ഓരോ നക്ഷത്രക്കാർക്കും പൊതുഫലങ്ങളൊക്കെ ഉണ്ടാവും. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇതില് സൗഭാഗ്യവതികളായ ചില സ്ത്രീ നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങൾക്ക് ഓരോന്നിനും ജ്യോതിഷപ്രകാരം പ്രത്യേകതകളുണ്ട്. ഇത് ജനന സമയവും രാശിയും അനുസരിച്ച് മാറുമെങ്കിലും എല്ലാ നക്ഷത്രങ്ങൾക്കും പൊതു സ്വഭാവമുണ്ട്. ഇത് സ്ത്രീകളാണോ പുരുഷനാണോ എന്നതിനെ അടിസ്ഥാനമാക്കിയും പറയാറുണ്ട്. ചില പ്രത്യേക സ്ത്രീ നക്ഷത്രങ്ങൾ സൗഭാഗ്യവതികളാണ് എന്ന് പറയാം. അതായത് ഇവർക്ക് ജീവിതത്തില് സൗഭാഗ്യം ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഇവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും അതിന്റെ ഗുണം ലഭിക്കുകയും ചെയ്യും. കാരണം മറ്റുള്ളവർക്കും ഭാഗ്യം ഇതിനാൽ ഉണ്ടാവാം. ഇത്തരത്തിൽ സൗഭാഗ്യവതികളായ സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുന്നതായ സൗഭാഗ്യങ്ങൾ കടന്നു വരാം. ജോലി, സാമ്പത്തികപരമായും തൊഴിൽപരമായും സന്താനങ്ങളിലൂടെയും മറ്റും ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാം. നിരവധി യാത്രകളൊക്കെ നടത്താൻ അവസരമുണ്ടാകും. തൊഴിലിലൊക്കെ ശോഭിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാര്. സന്താനങ്ങൾ വഴി സന്തോഷം അനുഭവിക്കാനും യോഗമുള്ളവരാണ് ഈ കാർത്തിക നക്ഷത്രക്കാര്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാര് ഇതേ ഗണത്തിൽ പെടുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ജീവിതത്തില് ശുഭകരമായ പല കാര്യങ്ങളും സംഭവിക്കാം. ആഗ്രഹിച്ച പലതും നേടിയെടുക്കാൻ സാധിക്കും. ജോലിയോ വിദേശവാസമോ ഒക്കെ ആകാം. ഇതല്ലെങ്കിൽ ഇഷ്ടവിവാഹമോ പഠനമോ ആകാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഭർത്താവുമായി ബന്ധപ്പെട്ടും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അടുത്തത് അത്തം നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് സൗഭാഗ്യങ്ങൾ ഉണ്ടാവും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടേക്കാം ഇത് ലഭിക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും ആഗ്രഹിച്ച രീതിയിൽ നടന്നിട്ടുണ്ടാകും. ദുഃഖങ്ങൾ ദുരിതങ്ങളും ഉണ്ടെങ്കിലും ഈശ്വര കടാക്ഷം കൊണ്ട് ഉയർച്ചയിലെത്താൻ സാധിക്കുന്ന നക്ഷത്രമാണ് ഈ അത്തം നക്ഷത്രക്കാരായ. അത്തം നക്ഷത്രക്കാരായ സ്ത്രീകള് സൗഭാഗ്യവതികളാണെന്ന് മാത്രമല്ല, എല്ലാവിധ സർവ്വ സൗഭാഗ്യങ്ങളും അവരെ തേടിയെത്തും എന്ന് തന്നെ കാര്യത്തിൽ സംശയമില്ലാത്ത ഒരു നക്ഷത്രമാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. ഇത്തരത്തിൽ സൗഭാഗ്യവതികളായ മറ്റൊരു നക്ഷത്രമാണ്. ഇവർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നല്ല കാര്യങ്ങൾ നടക്കും. ജീവിതത്തിലെ ഉയർച്ചയ്ക്കും അടിസ്ഥാനമായി കാര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ അമൂല്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും സ്വന്തമാക്കാം. പല കാര്യങ്ങളിലും വിചാരിച്ച രീതിയിൽ തന്നെ നടത്തിയെടുക്കാൻ സാധിക്കുന്നവരാണ് ഇവര്. അതുപോലെ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യം വേണ്ട രീതിയിൽ ഉപയോഗിക്കുക, ഇഷ്ടദേവതകളെ പ്രാർത്ഥിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ സൗഭാഗ്യം ഒന്നിനൊന്നിന് അടിക്കടിയായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം ഇതേ ഗണത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഉയർച്ച ഉണ്ടാകുമെന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഭാഗ്യം അധികമായി തുണയ്ക്കുന്നവരാണ് ഈ നക്ഷത്രക്കാര്. തൊഴിൽ നേട്ടം, കാര്യവിജയം എന്നിവയൊക്കെ പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഫലമാകും. വീടിനും വീട്ടുകാർക്കും സൗഭാഗ്യം നൽകുന്നവർ കൂടിയാണ് ഇവര്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരും ഇതിൽ പെടുന്നവരാണ്. മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന പലതും ഇതിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. ഭാഗ്യം തുണയ്ക്കുന്നതിൽ വിജയം നേടാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടന്നു കിട്ടും. ജോലി സംബന്ധമായ ഉയർച്ച ഉണ്ടാകും. ജീവിതത്തിൽ വരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. അടുത്തത് പൂരുട്ടാതി നക്ഷത്രമാണ്. ഇവർ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നവരാണ്. പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നവരാണ്. ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടാൻ സാധിക്കും. പഠനവുമായി കലയുമായും തൊഴിലുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും പല ഉയർച്ചകൾ ഉണ്ടാകും. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. അടുത്തത് രേവതി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ സൗഭാഗ്യവതികളാണെന്ന് പറയാം. ഇവരും ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഉയർച്ച നേടുന്നവർ തന്നെയാണ്. ജനനം മുതൽ ഇത്തരം സൗഭാഗ്യങ്ങൾ ഇവിടെ തേടിയെത്തും. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. പഠനവുമായി ബന്ധപ്പെട്ടും ജോലിയിലും എല്ലാം ഉയർച്ച നേടാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും സന്താനങ്ങൾ വഴിയും എല്ലാം ഉയർച്ച നേടാൻ സാധിക്കുന്നവരാണ് ഇവര്. അപ്പോൾ ജനനം മുതൽ സൗഭാഗ്യവതികളായ സ്ത്രീ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.